NX66ൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കുമ്പള ടൗണിലാണുള്ളത് കേട്ടോ. കാസർഗോഡ് ജില്ലയിൽ നിന്നും ഏകദേശം 11 കിലോമീറ്റർ ദൂരമാണ് കുമ്പളയിലേക്കുള്ളത്. അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുന്ന കുമ്പള ടൗണിൽ നിന്നും മംഗലാപുരത്തേക്ക് 40 കിലോമീറ്ററും കേരള കർണാടക അതിർത്തിയായ തലപ്പാടിയിലേക്ക് 25 കിലോമീറ്ററുമാണ് ദൂരമുള്ളത്. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം അനിൽ കുംബ്ലെയുടെ കുടുംബപേരുള്ള സ്ഥലം കൂടിയാണ് ഈ കുംബ്ല എന്ന സ്ഥലം. വർഷങ്ങൾക്ക് മുമ്പ് കുംബ്ലെയുടെ ഒരു റോഡ് ഉദ്ഘാടനത്തിനെത്തിയിരുന്നു. NX66 തലപ്പാടി മുതൽ ചെങ്കള വരെയുള്ള റീച്ചിലെ കുംബ്ല മുതൽ കാസർഗോഡ് വരെയുള്ള അപ്ഡേറ്റ്സാണ് ഈ വീഡിയോയിലുള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഉപ്പള മുതൽ കുംബ്ല വരെയുള്ള വീഡിയോ അപ്ഡേറ്റ്സാണ് ചെയ്തത്. കുംബ്ലയിൽ അണ്ടർപാസിൻ്റെ കോൺക്രീറ്റ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അണ്ടർപാസിൻ്റെ ഹൈറ്റിനനുസരിച്ച് മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ട് വശങ്ങളിലായിട്ട് സർവീസ് റോഡ് കൂടിയാണ് ഇപ്പോൾ വാഹന ഗതാഗതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കുമ്പള മാവിനകട്ടയിൽ പുതിയ റോഡിൻ്റെ വർക്ക് പുരോഗമിച്ചിരിക്കുകയാണ്. എന്നിരുന്നാലും സർവീസ് റോഡ് കൂടിയാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മൊഗ്രാൽ ടൗണിലെ കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു അണ്ടർപാസ് വരുന്നുണ്ട്. അണ്ടർപാസിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. റോഡ് മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. ഇപ്പോൾ ഒരു വശത്തായിട്ട് റോഡിൻ്റെ കോൺക്രീറ്റ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ കാസർഗോഡ് പോകുന്ന ഭാഗത്ത് റോഡ് മണ്ണിട്ട് ഉയർത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇനിയും ഇവിടെ വർക്ക് ഒരുപാട് പുരോഗമിക്കാൻ ബാക്കിയുണ്ട്. അങ്ങനെ നമ്മൾ മൊഗ്രാൽ പാലത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ വാഹനങ്ങളൊക്കെ പഴയ പാലത്തിൽ കൂടിയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്.
പുതിയ പാലത്തിൻ്റെ വർക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പാലത്തിൽ ഗർഡറൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഗർഡറിന് മുകളിലായിട്ട് കോൺക്രീറ്റ് വർക്ക് നടക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. മൊഗ്രാൽ പാലം കഴിഞ്ഞിട്ട് നമ്മൾ മൊഗ്രാൽ പുത്തൂറിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മളെ ഇടതുവശത്തായിട്ട് മണ്ണിട്ട് ഉയർത്തിയിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ പഴയ റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. മൊഗ്രാൽ പുത്തൂർ മുതൽ പുതിയ റോഡ് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അണ്ടർപാസ് വരുന്നുണ്ട്. അണ്ടർപാസിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ രണ്ട് സൈഡിലായിട്ട് സർവീസ് റോഡിൻ്റെ വർക്ക് ഇനിയും പുരോഗമിക്കാൻ ബാക്കിയുണ്ട്. മൊഗ്രാൽ പുത്തൂർ കുന്നിലാണ്. മൊഗ്രാൽ പുത്തൂർ മുതൽ പുതിയ റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് ഇപ്പോൾ പുതിയ റോഡ് കൂടിയാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. രണ്ട് സൈഡിലായിട്ട് സർവീസ് റോഡിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് ഓഫീസിൻ്റെ അടുത്തുള്ള കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ റോഡ് വർക്ക് കഴിഞ്ഞിട്ട് രണ്ട് സൈഡിലായിട്ട് ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. ചൗക്കിലുള്ള കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അണ്ടർപാസിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുകയാണ്. റോഡിൻ്റെ വർക്കെല്ലാം ഫിനിഷായിട്ടുണ്ട്. അപ്പോൾ നല്ല ഹൈറ്റിലാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ റോഡ് വരുന്നേണ്ടത്. കാസർഗോഡ് CBCREൻ്റെ അടുത്തുള്ള കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുതിയ റോഡ് ഇപ്പോൾ വർക്കൊക്കെ കഴിഞ്ഞിട്ട് തുറന്നു കൊടുത്തിരിക്കുകയാണ്. സർവീസ് റോഡ് കൂടിയും പുതിയ റോഡ് കൂടിയും വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റോഡിൻ്റെ രണ്ട് വശങ്ങളിലായിട്ട് ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്തിട്ടുള്ള കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എരിയാൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. എരിയാൽ ഇനിയും വർക്കുകൾ പുരോഗമിക്കാൻ ബാക്കിയുണ്ട്. അപ്പോൾ പഴയ റോഡിൽ കൂടിയാണ് വാഹന ഗതാഗതം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സർവീസ് റോഡിൻ്റെ വർക്ക് നമ്മളെ ഇടതുവശത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട്.
ഇപ്പോൾ ഏരിയയിൽ ചെറിയൊരു കൾവേർട്ട് വരുന്നുണ്ട്. കൾവേർട്ടിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഏരിയയിൽ കഴിഞ്ഞ് നമ്മളിനി അടുക്കത്ത് വയൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. അടുക്കത്ത് വയൽ മുതൽ പുതിയ റോഡിൻ്റെ വർക്ക് ഫിനിഷായിട്ടുണ്ട്. എന്നിരുന്നാലും ഇരുവശങ്ങളിലായിട്ട് സർവീസ് റോഡ് കൂടിയാണ് ഇപ്പോൾ ഗതാഗതം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അടുക്കത്ത് വയൽ കഴിഞ്ഞ് നമ്മൾ താളിപ്പടുത്തെത്തിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ അണ്ടർ പാസ് വരുന്നുണ്ട്. അപ്പോൾ റോഡ് നല്ല ഹൈറ്റിലാണ് കേട്ടോ വരുന്നുള്ളത്. ഇവിടെ പുതിയ റോഡൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട് റോഡിൻ്റെ വർക്ക്. പക്ഷേ എന്നിരുന്നാലും സർവീസ് റോഡ് കൂടി തന്നെയാണ് വാഹന ഗതാഗതം പോയിക്കൊണ്ടിരിക്കുന്നത്. കറന്തക്കാട് എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കറന്തക്കാട് മുതൽ നുള്ളിപ്പാടി വരെ 1.5 കിലോമീറ്ററായിട്ട് പുതിയ ബസ് സ്റ്റാൻഡിൽ മേൽപ്പാലം വരുന്നുണ്ട്. അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ കുമ്പളം മുതൽ കറന്തക്കാട് വരെയുള്ള റോഡ് വർക്കിൻ്റെ അപ്ഡേറ്റ്സാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തന്ന് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ കൂടാതെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.